ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ യുദ്ധത്തിന്റെ കെടുതികളാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും യുദ്ധം നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലകളിൽ നല്ലപോലെ എന്നല്ല, ഏകദേശം സമ്പൂർണ്ണമായി തന്നെ തകർച്ചയിലേക്ക് ഗൾഫ് മേഖല ഒരു ഷട്ട് ഡൗണിന്റെ ഇതിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ദക്ഷിണേഷ്യ നോക്കുകയാണെങ്കിൽ ചൈന വലിയ രീതിയിൽ ഈ യുദ്ധത്തിൽ ബാധിച്ചിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങൾ, പാകിസ്ഥാൻ പിന്നെ നോക്കണ്ട, തകർന്ന് തരിപ്പണമായി എന്ന് നമുക്കറിയാം. പിന്നെ അവര് നേരത്തെയും ഒട്ടും അഭിവൃദ്ധിപ്പെടാത്തൊരു രാജ്യമായിരുന്നതുകൊണ്ട് ആരും അത് കണക്കാക്കുന്നില്ല എന്നുള്ളതുള്ളൂ. അമേരിക്കയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, യൂറോപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇന്ത്യയെ യുദ്ധം ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം പല രാജ്യങ്ങളും ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാശ്ചാത്യ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതും നമ്മുടെ നാഷണൽ മീഡിയയിൽ എക്കണോമിക് ടൈംസ് അടക്കം ഒരു ലേഖനം പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇന്ത്യ ഈ യുദ്ധത്തെ എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ളത്. നമുക്കറിയാം, യുദ്ധമായിരുന്നാലും മഹാമാരി ആയിരുന്നാലും എല്ലാ പ്രതിസന്ധികളെയും ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്ന ഒരു ഭരണകൂടമാണ് നമുക്കിവിടെ ഉള്ളത്. സമാനമായിട്ടുള്ള രീതിയിൽ ഈ യുദ്ധത്തിനെയും ഓപ്പർച്യൂണിറ്റി ആക്കി നമ്മുടെ രാജ്യം മാറ്റി എന്നുള്ളതാണ്. അത് വെറും ഓപ്പർച്യൂണിറ്റി അല്ല, കോടികൾ കൊയ്യുന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മുടെ രാജ്യം മാറ്റി എന്നുള്ളതാണ് പല രാജ്യങ്ങളും രാജ്യങ്ങളുടെ പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് ഇന്ത്യ ഈ യുദ്ധത്തിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടി ഈ വിഷയത്തെ കാണുമ്പോൾ, യഥാർത്ഥത്തിൽ അതായത് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ എഴുതുമ്പോൾ ഇന്ത്യക്കകത്ത് നിന്ന് വിമർശനം ഉയർന്നു വരുന്നുണ്ട്. കാരണം അങ്ങനെയൊന്നും അല്ല നമ്മുടെ മാധ്യമങ്ങൾ. അറിയാലോ, നമ്മുടെ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മുടിഞ്ഞത് നമ്മുടെ രാജ്യമാണ്, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് നമ്മുടെ രാജ്യത്താണെന്ന് നമ്മുടെ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് സത്യം എന്നുകൂടെ അറിയാം. ധനുഷ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക അച്ചടക്കം. അത് നമ്മുടെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടില് ഇപ്പൊ നമുക്ക് 10 രൂപ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ളവരെല്ലാം സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടവരായിരിക്കും. നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ. ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും പോയി ചെലവഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കടം മാത്രമേ കാണൂ, ഒന്നും മിച്ചം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് രാജ്യത്തിന്റെ. അത് വേണമെങ്കിൽ എന്ത് സംഭവിക്കണം? എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അത്ഭുതമായിട്ടൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ. കാരണം നോട്ട് നിരോധനം, സത്യത്തിൽ നോട്ട് നിരോധനം ഈ ലോകത്ത് നടപ്പാക്കിയ 5 or 6 രാജ്യങ്ങൾ പാടെ തകർന്നു പോയി ആഭ്യന്തര കലാപങ്ങൾ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതെ അത് ഭംഗിയായിട്ട് നടത്തും. അങ്ങനെ ഒരുപാട് സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരുമ്പോഴൊക്കെ ഈ ജനം ഒറ്റയടിക്ക് നിൽക്കും. ഈ യുദ്ധം തുടങ്ങിയപ്പോഴേക്കും ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ പെട്ടെന്നുള്ള ലാഭമല്ല ഞാൻ ഈ പറയുന്നത്. എപ്പോഴും നമ്മൾ പെട്ടെന്നുള്ള ലാഭത്തിന് ആയുസ് കുറവാണ്. ഇപ്പൊ ഇന്ന് 10 രൂപ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് ആയുസ് കുറവാണ്, നാളെ അത് പോകും. പക്ഷെ ദീർഘകാലത്തേക്കുള്ള ഒരു ലോങ് ടൈം ആണ് നമ്മുടെ പ്രോഫിറ്റ് എങ്കിൽ അത് നമുക്ക് ഭാവിയിൽ വലിയ മുതക്കൂട്ടായി മാറുന്ന അത്തരത്തിലൊരു നീക്കം ഇന്ത്യക്ക് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലെനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ യുദ്ധം തുടങ്ങി ഡോളറിനെതിരെ നമ്മുടെ രൂപ ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആഹ്വാനമാണ് നൽകി. 3 ഇടത്ത് മാത്രമാണ് അദ്ദേഹം ഒരു ആഹ്വാനം നൽകിയത്. ആദ്യം അദ്ദേഹം ആഹ്വാനം നൽകുന്നത് മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയ റാലി, BJP-ക്കാരുടെ ഒരു റാലി അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് അതിനകത്തായിരുന്നു. മറ്റൊന്ന് ഡൽഹിയിൽ വെച്ചും വേറൊന്ന് ഒരു സെമിനാറിൽ വെച്ചും അദ്ദേഹം പറഞ്ഞ ഇതാണ്: 1 വർഷത്തേക്ക് ഇന്ത്യക്കാരും സ്വർണം വാങ്ങരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. 1 വർഷത്തേക്ക് നിങ്ങൾ, അതായത് വാങ്ങരുത് എന്ന് പറഞ്ഞ കർശന നിർദ്ദേശമല്ല, ഇല്ലെങ്കിൽ അങ്ങനല്ല, 1 വർഷത്തേക്ക് യുദ്ധക്കെടുതികളൊക്കെയാണ്, 1 വർഷത്തേക്ക് നിങ്ങൾ സ്വർണം വാങ്ങുന്നത് ഒന്ന് കുറച്ചാൽ നല്ലതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇന്ത്യൻ ജനത നെഞ്ചേറ്റി. നമുക്കറിയാം, കേരളത്തിൽ പോലുമുള്ള ജ്വല്ലറി ഉടമകൾ, അവരുടെ അസോസിയേഷനുകൾ പത്രസമ്മേളനം നടത്തിയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞ് മനോരമ എഴുതിയിട്ടുണ്ടായിരുന്നു. പൊളിഞ്ഞു പോയത് മനോരമ അവരുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കേരളത്തിൽ നടത്തിയതാണ്. സ്വർണ്ണ ഈ മുതലാളിമാരുടെ അസോസിയേഷൻ പറയുന്നു, ഈ പ്രധാനമന്ത്രി ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കച്ചവടം പൂട്ടി, കച്ചവടം കുറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ തിരിച്ചു പറയണം, കച്ചവടം കൂടണം, ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. എത്രയോ എനിക്ക് സുഹൃത്തുക്കളായിട്ട് ഒരുപാട് സ്വർണ്ണ മുതലാളിമാരുണ്ട്. അവരൊക്കെ എത്രയോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പൊ മനോരമ പറയുന്നതല്ല, അതിനകത്ത് അപ്പുറത്തേക്ക് എന്നുള്ളതാണ് അത് കാര്യം. ഏതായാലും അദ്ദേഹം അത് പറയുക മാത്രമല്ല, നമ്മുടെ ഇറക്കുമതി ചുങ്കം, സ്വർണത്തിന്റെ ഇറക്കുമതി 6% നിന്ന് 15% ഉയർത്തി. അതുകൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വർണത്തിന്റെ പരിപാടി ഏതാണ്ട് മുടങ്ങി. നമുക്കറിയാം, നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് സാധാരണപ്പെട്ടവരുണ്ട്. അവർ പറയുന്നത്, എന്തിനാ ഇപ്പൊ വെറുതെ പിടിച്ച് സ്വർണം വാങ്ങുന്നത്, അതൊക്കെ വാങ്ങാം. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് തന്നെ വാങ്ങണമെന്നില്ല. പിന്നെ അത്യാവശ്യക്കാരുണ്ട്, കല്യാണമൊക്കെ നടത്തുന്ന ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങുന്നത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത ആന്ധ്രാപ്രദേശിൽ നിന്ന് 15,000 കോടി രൂപയുടെ 15,000 കോടി രൂപയുടെ അല്ല, 15,000 കോടി കിലോ
സ്വർണ്ണശേഖരം കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ അത് വലിയ 4 കൂടി സംഭവം. ആന്ധ്രാപ്രദേശ്, അത് ഭയങ്കര സംഭവമാണ്. അത് ആന്ധ്രാപ്രദേശിൽ അല്ലാതെ തന്നെ 4 ഇടങ്ങളിൽ കൂടെ സ്വർണ്ണ ട്രഷറുകൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അതായത് നമ്മളുടെ വലിയൊരു ഖനി, സ്വർണ്ണ ഖനി കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഇത് നമ്മൾ ഖനനം ചെയ്ത് പൂർണ്ണമായി ഇതിപ്പോ ഇന്ന് കണ്ടെത്തുന്നത് നാളെ നമുക്ക് അതിന് എടുക്കാൻ പറ്റില്ല. അതിന്റെ ഖനന പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞെടുക്കുമ്പോൾ ദീർഘകാലത്തേക്ക് ഇന്ത്യക്ക് സ്വർണ്ണത്തില് ഒരു വലിയ നീക്കിയിരിപ്പ് ഒരുപക്ഷെ ഉണ്ടായാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഒന്നാമത്തെ കാര്യം. 15,000 കോടി രൂപയുടെ സ്വർണ്ണം കണ്ടെത്തിയിരിക്കുന്നു. 15,000 കോടി കിലോ, 15,000 കിലോ ആണ് അതിനകത്തുള്ളത്. 15,000 കിലോ, 15,000 കിലോ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഹ്യൂജ്. ഇത് നമ്മൾ തുടക്കത്തിൽ കണ്ടെത്തിയതാണ് ധനുഷ്. ഇതിന്റെ വ്യാപ്തി ഭയങ്കരമായിരിക്കും. ഈ ഒരു സിനിമ ഇറങ്ങിയത് KGF എന്നും പറഞ്ഞൊരു സിനിമ ഇറങ്ങി, അത് യഥാർത്ഥ ഒരു റിയൽ സ്റ്റോറിയാണത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു വ്യാപ്തി വളരെ കൂടുതലാണ്. അത് ഇപ്പൊ നമ്മളിപ്പോ കണ്ടെത്തുന്നു എന്നുള്ളതല്ല, അതിന്റെ ഖനനത്തിന്റെ ഏരിയകൾ മാറാം, പിന്നെ ഏരിയകൾ കൂടുതൽ അങ്ങനെയാണ് സാധാരണ വരുന്നത്. ഇത് കൂടാതെ 4 ഇടങ്ങളിൽ കൂടെ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ വളരെ കാലമായിട്ട് ശ്രീമാൻ നിതിൻ ഗഡ്കരി, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ യുദ്ധമൊക്കെ വരുമെന്ന് അറിയാമായിരുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പൂർണ്ണമായി പെട്രോൾ ഡീസൽ നിർത്തുക, പകരം നിങ്ങൾ ഹൈബ്രിഡിലേക്കോ ഇല്ലെങ്കിൽ ഈ എഥനോളിലേക്കോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ധനങ്ങളിലേക്ക് വാഹന ഉടമകൾ മാറണം എന്ന് വാഹന നിർമ്മാതാക്കൾക്ക് ഒരു നിർദ്ദേശം അദ്ദേഹം കൊടുത്തു. ഏതായാലും കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ കണക്ക്, ഇല്ലെങ്കിൽ വൈദ്യൻ കൽപ്പിച്ചതും പാല രോഗി ഇച്ഛിച്ചതും പാല എന്ന് പറഞ്ഞ പെട്ടെന്ന് യുദ്ധം വരികയും ക്രൂഡ് ഓയിലിന്റെ പ്രശ്നങ്ങൾ വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പെട്ടെന്ന് നടപ്പാക്കിക്കോന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് എഥനോള് വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ച് വരുന്ന കാഴ്ച നമുക്ക് കാണുന്നു. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് പ്രേക്ഷകരോട് പറയാനായിട്ട്. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം 4 ദിവസം മുമ്പ് കൊടുത്തൊരു വാർത്തയാണ്. ആ വാർത്ത കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ എഥനോളിന്റെ കിറ്റ് ഇറക്കാൻ ഇപ്പൊ പെർമിഷൻ കൊടുക്കാൻ പോവാ ഇന്ത്യ. അതായത് 15,000 രൂപയുടെ കിറ്റ് വാങ്ങി വെച്ചാൽ, പണ്ട് ധനുഷോട് ചോദിച്ചത് എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഞാൻ ധനുഷോട് പറഞ്ഞു പണ്ട് ഈ ഗ്യാസിന്റെ കുറ്റി കെട്ടിവെച്ച് കാർ ഓടിച്ചവരാണ് ഇന്ത്യക്കാർ. അപ്പൊ അത് അപകടകരമാണെന്ന് കണ്ടുകൊണ്ട് മാരുതി കമ്പനി തന്നെ 8,000 രൂപ കിറ്റ് ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹുണ്ടായി, മാരുതി തുടങ്ങിയ കമ്പനികൾ എഥനോളിന്റെ കിറ്റ് ഇറക്കാൻ തുടങ്ങുന്നുണ്ട്. അതായത് നമ്മുടെ കാറിലും എഥനോളിന്റെ കിറ്റ് വാങ്ങി വെച്ച ഒരു 15,000 രൂപ തൊട്ട് 40,000 രൂപ വരെ ഉള്ള കിറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഥനോളിൽ നമ്മുടെ വണ്ടി ഓടും. നമ്മുടെ ആളുകളാണ്, യാതൊരു മടിയും ഉണ്ടാകത്തില്ല. 15,000 രൂപയുടെ കിറ്റ് എവിടെയൊക്കെ കെട്ടിവെക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം 10 ദിവസം എവിടെ കുറഞ്ഞു കിട്ടണം അവിടെ നമ്മൾ പോകും. സ്വാഭാവികമാണ്, നമുക്കറിയാവുന്നത്. ഇത് ഓട്ടോക്കാർ ഗ്യാസ് ഓടുന്ന വണ്ടി ഇറങ്ങില്ലായിരുന്നു, ഇപ്പൊ ഇലക്ട്രിക്കലിലേക്ക് മാറി. അതുപോലെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ മുമ്പില്ലാത്ത വിധം വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ടാറ്റ തന്നെ അവരുടെ 2 വില കുറഞ്ഞ കാറുകൾ ഇറക്കി. ടിയാഗോയും പഞ്ച് എന്ന് പറഞ്ഞ 2 വണ്ടികൾ വില കുറഞ്ഞ ഇറക്കി. അത് ചൂടപ്പം പോലെ കിട്ടാനില്ല, ബുക്ക് ചെയ്താലും കുറച്ച് സമയം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങി. അപ്പൊ വലിയ രീതിയിൽ തന്നെ അവിടെ ഒരു വിപ്ലവം നടന്നിരുന്നു. ഇതും ദീർഘകാല അടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി, ഏതാണ്ട് 85% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. ദീർഘകാല അടിസ്ഥാനം ചിലപ്പോൾ ഒരു 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷത്തിനോടൊക്കെയോ ഇപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൽ നമുക്കൊരു വലിയ ലാഭം, കുറഞ്ഞത് ഇപ്പോൾ നമ്മൾ പെർ മന്ത് നമ്മൾ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് തന്നെ. അത് ചിലപ്പോൾ ഒരു 50,000 കോടി രൂപയ്ക്കോ വല്ലതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറക്കുമതി ചെയ്യാം. കാരണം പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല. ഇതിനിടയിൽ ഒരു നിശബ്ദ വിപ്ലവം കൂടെ ഈ യുദ്ധത്തിൽ കുറച്ചുകൂടെ ശക്തിപ്പെട്ടിട്ടുണ്ട്. പണ്ട് നരേന്ദ്രമോദി എല്ലാവരും സോളാറിലേക്ക് മാറണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള കൊങ്ങികളും അടക്കം പറഞ്ഞത് പുതിയ പദ്ധതി ഒന്ന് പുരപ്പുറത്തൊരു സോളാറെന്ന് അങ്ങനെ പറഞ്ഞ് കളിയാക്കിയവരാ. ഇപ്പം നമ്മളെ നാട്ടിലൂടെ പോകുമ്പോൾ എല്ലാ വീടുകളിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാ ആൾക്കാര് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുന്ന എല്ലാ ആൾക്കാരും, അങ്ങനെ വച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും സോളാറിലേക്ക് മാറിയിരിക്കുകയാണ്. എൻ്റെ ബന്ധുക്കൾ പോലും ഒരുപാട് പേര് സോളാറിലേക്ക് മാറി ഇലക്ട്രിക് വാഹനം എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു സോളാറിലേക്ക് മാറാനുള്ള ഒരു പ്രവണത കൂടെ വരുന്നത്. ഇവർ ഇലക്ട്രിക് എടുക്കും, അപ്പോൾ അവർ പറയാം എങ്കിൽ പിന്നെ സോളാർ കൂടെ വെച്ചേക്കാവുന്ന സോളാറിലേക്ക് മാറുന്ന അങ്ങനെ വലിയൊരു വിപ്ലവം കൂടെ നമ്മുടെ നാട്ടിൽ നിശബ്ദമായിട്ട് നടക്കുന്നുണ്ട്. അല്ല, സൂര്യാഗർ പദ്ധതി ഇപ്പോൾ കേന്ദ്രം വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് പൈസ വേണ്ട, ഫ്രീ ആയിട്ട് സോളാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പിന്നെന്താ സൗജന്യ വൈദ്യുതി കിട്ടുന്ന കുടുംബങ്ങളില്ലേ, പാവപ്പെട്ട കുടുംബങ്ങൾ, ഈ ഒരു ലൈറ്റും ഒരു ഫാനും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ രാജ്യം മുഴുവൻ അത് കൊടുക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സൂര്യഗർ പദ്ധതി ഇപ്പൊ സോളാറിന്റെ വലിയ രീതിയിൽ നടന്നു വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ ധനുഷ് പറഞ്ഞ ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ മാത്രമല്ല, ഇൻഡക്ഷൻ കുക്കിങ്ങിന്റെ അവസ്ഥ മാറി. ഇപ്പൊ നമ്മളിപ്പോ കണ്ടിരുന്നത് മുമ്പ് ഈ ഒരു പരന്ന ടൈപ്പ് ഇൻഡക്ഷൻ കുക്കർ ആയിരുന്നെങ്കിൽ അത് മാറി. ഇപ്പോൾ ഗ്യാസ് ബർണർ ടൈപ്പുള്ള ഇൻഡക്ഷൻ കുക്കർ വന്നു. തീയുടെ ഫ്ലെയിം ഒക്കെ വരും. തീയല്ല വരുന്നത്, ഒരു ഫ്ലെയിം കണക്ക് നമുക്കൊരു മാനസിക സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കണം അത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വലിയ ഗ്യാസ് സ്റ്റൗവിന്റെ അതേ മോഡൽ തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ. ആ രീതിയിലേക്ക് മാറി. അപ്പൊ ആളുകൾ നോക്കുമ്പോൾ കുറച്ച്, കാരണം ഇനിയും ഭാവി യുദ്ധം ഉണ്ടാകാം, ഗ്യാസ് കിട്ടാതെ വരും. അന്ന് ഇപ്പം മോദിയെ തെറി വിളിച്ചതുകൊണ്ടോ VD സതീശനെ ചീത്ത വിളിച്ചുകൊണ്ടോ കാര്യമില്ല, ഗ്യാസിന് ഗ്യാസ് തന്നെ വേണം. അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ട് ഇതിലേക്ക് മാറുക. ഇതും ഭാവിയിൽ വലിയ രീതിയിൽ
ഗുണം ചെയ്യും. ഇനി ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ക്രൂഡ് ഓയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഖനനത്തിന് നമ്മൾ ത്വരിതഗതിയാക്കി. അതായത് അവിടെ കണ്ടെത്തിയ ക്രൂഡ് ഓയിൽ ശേഖരം എത്രയും പെട്ടെന്ന് ഖനനം ചെയ്തെടുക്കാൻ ത്വരിതഗതിയാക്കി. 2011 പ്രവർത്തനം ആരംഭിക്കാനിരിക്കെ മമതാ ബാനർജി തടയിട്ട വെസ്റ്റ് ബംഗാളിലെ നമ്മളുടെ ഈ ക്രൂഡ് ഓയിൽ ഖനന ഓയിൽ പൂൾസുകൾ അനുമതി വീണ്ടും സുവേന്ദു അധികാരി കൊടുത്തു. ഇപ്പോൾ അത് പ്രൊഡക്ഷന്റെ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അത് എത്രത്തോളം പ്രൊഡക്റ്റ് ചെയ്ത് വരും എന്നുള്ളത് അറിയില്ല. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് നാളെ 50 രൂപ ആകുമോ പെട്രോൾ എന്ന് വെച്ചാൽ ആകത്തില്ല. ഇതിനൊരു ടൈം ഉണ്ടല്ലേ അതിനായാലും. അപ്പോൾ അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് അപ്പൊ രണ്ടിടത്ത് നമ്മൾ ആ ക്രൂഡ് ഓയിൽ ശേഖരം വലിയ രീതിയിലുള്ള കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ ഈ വാതകത്തിന്റെ ഒരു സാധ്യതയും നമ്മൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രണ്ടും ആൻഡമാൻ നിക്കോബർ ആണെങ്കിൽ ഏതാണ്ട് പ്രൊഡക്ഷൻ ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് വെസ്റ്റ് ബംഗാൾ. മമതാ ബാനർജി കാരണമാണ് അത് അത്രയും നീണ്ടുപോയത്. 2018 അവർ വീണ്ടും ട്രൈ ചെയ്തതാണ് അത് ONGC. പക്ഷെ അവിടെ അപ്പോഴും അവർ തടയിട്ടു. ഇപ്പൊ പിന്നെ മമതാ ബാനർജിയുടെ തന്നെ ഗ്യാസ് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അവിടുന്ന് അത് വന്നിട്ട് അപ്പൊ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളിൽ നമുക്കൊരു മേൽഗതി നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം ഇത് നമ്മൾ സമാനമായ രീതിയിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇത് ഇന്ത്യക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണാധികാരികൾ എന്തു പറയുന്നു അതിനെ അക്ഷരം പ്രതി ഫോളോ ചെയ്യുന്ന ഒരു ജനമാണ് ഈ രാജ്യത്ത് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിജീവിക്കാൻ കരുത്ത് കിട്ടുന്നതെന്ന് മാത്രമല്ല അതിജീവനത്തിലുള്ള ശക്തരാകുകയും ചെയ്തു. ഞാൻ ഇന്നലെ ഒരു ലേഖനം വായിച്ചു. സത്യത്തിൽ അത് രസകരമായ ഒരു ലേഖനമാണ്. ഈ ഇന്ത്യയിലെ പെർഫ്യൂം ബിസിനസ് ഇല്ലേ, ഈ പെർഫ്യൂം ബിസിനസ് എത്ര കോടി രൂപയുടെയാണെന്ന് അറിയാവോ? 10,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഇന്ത്യ നടക്കുന്ന പെർഫ്യൂം ബിസിനസ്. നമ്മൾ നോക്കുമ്പോൾ ഈ അത്ര കച്ചവടക്കാരൊക്കെ സൈഡിൽ നിന്ന് അത്ര കച്ചവടം ചെയ്തു 10,000 കോടി രൂപയ്ക്ക് മേളിലാണ്. അത് അടുത്ത 10 വർഷത്തിനുള്ളിൽ 30,000 കോടി രൂപയിലേക്ക് എത്തും. എങ്ങനെയാണ് ഈ ബൂമിങ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് ഈ ആളുകളെല്ലാം വീട്ടിൽ ലോക്കായി കഴിഞ്ഞപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ എൻക്വയറി അയക്കാൻ തുടങ്ങിയത്. ഈ വീട്ടിൽ ഇരുന്ന് അത്ര ഉണ്ടാക്കാൻ കഴിയുമോ, വീട്ടിൽ ഇരുന്ന് പെർഫ്യൂം ഉണ്ടാക്കാൻ കഴിയുമോ എന്നും ഇത് വെച്ചിട്ട് അപ്പൊ ഈ ഗോഡൌണൊക്കെ അടഞ്ഞു കിടക്കുകയാണല്ലോ. അതായത് ഈ പെർഫ്യൂം കമ്പനികളുടെ ഗോഡൌണുകളും ഈ പെർഫ്യൂം ഉണ്ടാക്കുന്ന ഹോൾസെയിലുകാരൊക്കെ അവര് ഈ അവസരം മുതലെടുത്തുകൊണ്ട് വളരെ കുറഞ്ഞ റേറ്റിന് ഇവർ പറയുന്ന ബ്രാൻഡിൽ ബ്രാൻഡൊക്കെ അവർ തന്നെ റെഡിയാക്കി കൊടുത്തോളും. ബ്രാൻഡിലും പേരിലും ഒക്കെ പെർഫ്യൂം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പലരും പെർഫ്യൂം കച്ചവടക്കാരായി മാറി. നമ്മുടെ യൂട്യൂബേഴ്സ് അവരാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും മുൻപന്തി. യൂട്യൂബ് ഉള്ള മിക്കവന്മാരും അത്ര കച്ചവടക്കാരായിട്ട് മാറി എന്നുള്ളതാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം അവരുടേതായ ഫ്ലേവറുകൾ ഇറക്കാൻ തുടങ്ങി. കാരണം പരസ്യത്തിന് അവരെല്ലാം മതിയല്ലോ, പ്രത്യേകിച്ച് വേറെ ആരൊന്നും വേണ്ട. അവർ മറ്റേ വീഡിയോയിൽ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടടിച്ചിട്ട് നല്ല മണമെന്ന് പറഞ്ഞാൽ ചിലർ മേടിക്കും ചിലർ മേടിക്കത്തില്ല. അത് മറ്റൊരു കാര്യം. അപ്പോഴാണ് ഈ കച്ചവടം അവര് വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്കറിയാന്നുള്ള 2-3 മാധ്യമ പ്രവർത്തകർ അവര് ട്രെയിനീസാ. അപ്പൊ അവര് ജോലി രാജിവെച്ച് അവര് പോയി. ജോലി രാജിവെച്ച് പോയപ്പോ ഞാൻ വിചാരിച്ചു ഇവരിനിയിപ്പോ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമല്ലോ. അപ്പൊ അവര് അവിടെ നിന്നിറങ്ങി ഇവിടെ നിന്നിറങ്ങി എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എവിടെയായിരിക്കും ഇവർ കയറുന്നതെന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇവർ ഈ പേപ്പർ കൊണ്ട് മുല്ലപ്പൂ ഉണ്ടാക്കും. നല്ല വെള്ള കളറിൽ മുല്ലപ്പൂ ഉണ്ടാക്കും. എന്നിട്ട് ആ മുല്ലപ്പൂവിൽ ഇവര് പെർഫ്യൂം അടിച്ചിട്ട് ഈ ആൾക്കാർക്ക് അവർ പറയുന്ന ആൾക്കാർക്ക് അത് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും. വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഓർഡറുകളാണ് എന്നെ ഞെട്ടിച്ചത്. ബൾക്ക് ഓർഡറുകളാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു 1000 രൂപയുടെ കച്ചവടമോ 2000, 5000 രൂപയുടെ കച്ചവടമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും 10 ദിവസം ആകുമ്പോൾ 50,000 രൂപയുടെ കച്ചവടമായി. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഇമ്പാക്ട് അത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. സംഭവം ഒരു തവണ ഉപയോഗിച്ചിട്ട് അത് ചളുങ്ങി പിളുങ്ങിയൊക്കെ പോയി കഴിഞ്ഞാലും അടുത്ത തവണ ഓർഡർ ചെയ്യാനുള്ളൊരു തുച്ഛമായിട്ടുള്ള തുക അതിനുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഈ മുല്ലപ്പൂ നമ്മൾ മാർക്കറ്റിൽ പോയി 1 മുഴം മുല്ലപ്പൂ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ, 70 രൂപ 80 രൂപയാവും എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഈ പെർഫ്യൂം ഇവർ പൂശിയിട്ട് അതെടുത്ത് നമ്മൾ മണത്ത് നോക്കുമ്പോൾ അസൽ മുല്ലപ്പൂ പോലെ ഇരിക്കും. സംഭവം പേപ്പറാണ് സാധനം. അതാ പറഞ്ഞ പെർഫ്യൂം ബിസിനസ് വളരെ കൂടി. അപ്പോഴാണ് അറിയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പെർഫ്യൂംസിന്റെ റോ മെറ്റീരിയൽ കൊടുക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2ാമത്തെ രാജ്യം. ഈ ഫ്രാൻസൊക്കെ ആണല്ലോ ഏറ്റവും മികച്ച പെർഫ്യൂംസ് ഉണ്ടാക്കുന്ന രാജ്യം. അവിടത്തേക്കും ഈ പെർഫ്യൂം കമ്പനീസിന് വേണ്ടിയിട്ട് ഈ റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതിനകത്ത് വേണ്ട ചന്ദനം ഇല്ലെങ്കിൽ മറ്റേ എന്തൊക്കെ ഊത് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ അത് കൊടുക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അത് നമ്മുടെ ഉപയോഗിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒരു വലിയ ബിസിനസ് സാധ്യത തുറന്നു കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ യൂട്യൂബേഴ്സിന്റെ എണ്ണം വല്ലാത്ത രീതിയിൽ കൂടി. യൂട്യൂബേഴ്സിന്റെ എണ്ണം കൂടുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഈ പറയുന്നതോടൊപ്പം തന്നെ നടക്കുന്ന വലിയൊരു ബിസിനസ്സാണ്. ഇതിനിടയിൽ വരുന്ന പരസ്യങ്ങൾ, ആ പരസ്യങ്ങൾ മൂലം ആ കമ്പനികൾക്കുണ്ടാകുന്ന പ്രോഫിറ്റ് മൂലം ആ കമ്പനിയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കുണ്ടാകുന്ന പോക്കറ്റുകളുടെ ചലനം, അതായത് മണി ഉണ്ടാകുന്ന ആ മണി മാർക്കറ്റിലേക്ക് വരുന്ന മാർക്കറ്റ് ഉണ്ടാകുന്ന ചലനം. അതായത് പണം വരുമ്പോൾ എന്താണ്? വിപണി ചലിക്കുകയാണ്. വിപണി ചലിക്കുമ്പോൾ സമൂഹം ചലിക്കുന്നു, സമൂഹം ചലിക്കുമ്പോൾ രാജ്യം ചലിക്കുന്നു. ഇത് തന്നെയാണ് നടന്നത്. നമ്മളിത് കോവിഡ് കാലത്ത് കണ്ടാണ്. ഇനി ഇതൊക്കെ പോട്ടെ, രസകരമായ മറ്റൊരു ബിസിനസ്സോടെ വളരെ ഭംഗിയായിട്ട് കേരളത്തിൽ അരങ്ങേറി. കേക്ക് ബിസിനസ്. അതായത് വീടുകളിൽ തന്നെ പെണ്ണുങ്ങൾ കുക്കറിനകത്ത് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. അന്ന് ഈ ഓവനും ഒക്കെ ഉണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നുള്ള ആ
കൺസെപ്റ്റുകളെ മാറ്റിമറിച്ചുകൊണ്ട് കുക്കറിൽ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചീത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു. നമുക്ക് പലരും ബ്രൂവറികൾ തുടങ്ങിയിട്ടുണ്ട്, വാറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ബ്രൂവറികളും ഇതിന്റെ ഒരു ഭാഗമായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മദ്യനിരോധനം സമ്പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല. കാരണം ഓരോ വീട്ടിലും ഓരോ ബ്രൂവറി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അവിടെ വാറ്റി കുടിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ നിർത്തിയിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും അതിന്റെ ഒരു ഇമ്പാക്ട് ആണ് ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും. അതിലൊന്ന് ഈ പറയുന്ന ക്രൂഡോയിലാണ്. ഈ ഇലക്ട്രിക്കൽ ഹൈബ്രിഡ് എഥനോളിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മാറാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലടക്കം ഇതിന്റെ ശേഖരത്തിന് പര്യവേഷണം നടത്തി അത് ത്വരിതഗതിയിലാക്കാൻ കഴിഞ്ഞു. ബംഗാളിൽ അത് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു. രണ്ടാമത് സ്വർണ്ണ ശേഖരം നമ്മൾ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ നമുക്ക് വലിയ രീതിയിൽ തന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും. ഏതായാലും ഒരു ഭരണാധികാരിയും ഒരു ഭരണകൂടവും നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു ജനത നിൽക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ രാജ്യം പതുക്കെ പതുക്കെ വികസിത രാജ്യത്തിലേക്ക് എത്തുന്നത്. ആ വികസിത രാജ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം വികസിക്കേണ്ടത് മാനസിക വികാസമാണ്. മാനസിക വികാസം എത്തുമ്പോഴേക്കാണ് ഒരു രാജ്യം വികസനത്തിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ കൺട്രീസിലും അവിടെ ഇവിടെ ആൾക്കാർ ചപ്പും ചവറും വലിച്ചെറിയാത്തത്? കാരണം അവിടെ ആരും നിർദ്ദേശിക്കുന്നതല്ല, അവൻ ഒരു മാനസികമായ തയ്യാറെടുക്കും. അങ്ങനെ വരുമ്പോഴാണ് ഡെവലപ്ഡ് കൺട്രി നമ്മൾ പറയാം. അതിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ നടന്നു കയറുകയാണ്. പക്ഷെ കുറച്ചുപേർ അപ്പോഴും എതിർക്കുന്നുണ്ട്. ഇപ്പൊ തുപ്പരെന്ന് പറഞ്ഞാൽ വഴി തുപ്പരെന്ന് പറഞ്ഞാൽ തുപ്പുന്നവരുണ്ട് ഒരുപാട് പേര്. അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ തുപ്പുന്നവരുണ്ട്. മൂത്രം ഒഴിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോൾ മൂത്രം ഒഴിച്ചിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിന്റെ കാലഘട്ടം മാറി മാറി വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ തെളിവാണ് സ്വർണം വാങ്ങരുതെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ. ഇനി ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് അതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ലോകത്ത് ഇത്രയും പ്രതിസന്ധി ക്രൂഡ് ഓയിൽ ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ വർദ്ധിപ്പിച്ചത് കേവലം 7 രൂപയാണ് ധനുഷേ. ഗ്യാസിന്, ഈ ഇൻഡസ്ട്രിയൽ ഗ്യാസിന്, അതായത് ഈ ഹോട്ടൽസിന്റെ ഗ്യാസിന് വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ക്രൂഡ് ഓയിലിന് 7 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ വില കുറച്ചെന്ന് പറഞ്ഞ് തുള്ളുന്നവർ അവിടെ എത്ര രൂപ കൂട്ടിയെന്നും അവിടെ എത്രത്തോളം എണ്ണ കൊടുക്കാനുണ്ടായിരുന്നെന്നും കൂടെ ഒന്ന് ആലോചിക്കണം. അവിടെ ഇപ്പോഴും വീട്ടിലിരിക്കുക സർക്കാർ ജീവനക്കാര്, ആ സ്കൂളുകൾ അടച്ചുകൂടിയിട്ടിരിക്കുക, വീട്ടിലിരിക്കുക പിള്ളേര്. കാരണം അത്രയും പിള്ളേരെയും സർക്കാർ ജീവനക്കാരെയും വീട്ടിൽ പിടിച്ചിട്ടിട്ട് പോലും അവർക്ക് എല്ലായിടത്തും എണ്ണ കൊടുക്കാനില്ലായിരുന്നു. എന്നിട്ട് പോലും എത്രയോ മടങ്ങ് അവർ വർദ്ധിപ്പിച്ചു. ചൈനയിൽ എത്രയോ തവണ റേറ്റ് കൂട്ടി. പക്ഷെ ഇന്ത്യയിൽ ആകെ കൂടിയത് 7 രൂപയാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു വലിയ ഈ യുദ്ധത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്.